ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ദിവസം എങ്ങനെയാവുമെന്ന് വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായി നടന്നൊരു ദിവസമായിരുന്നു. ഇന്ന് അതിലും പ്രിൻഷ്യം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വരാൻ പറ്റില്ല. പക്ഷെ പ്രതീക്ഷിക്കാതെ നീനു വന്നു. പിന്നെ നമ്മൾ 2-3-4 ദിവസമായി പണിക്കാർ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചതില്ല, അവരും വന്നു. പിന്നെ ഇതേ അമ്മ ഇരുന്ന് പത്രം വായിക്കട്ടെ. അമ്മ രാവിലെ പത്രം വായിക്കും. അതുപോലെ തന്നെ അമ്മ വളരെ അപ്ഡേറ്റഡ് ആണ് പത്രം വായന, അതുപോലെ തന്നെ ന്യൂസൊക്കെ കാണുന്നതിൽ. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ജനറൽ നോളജാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടേജിൽ നമ്മൾ കുറച്ചും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വാഷ് ബേസിനൊക്കെ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് പണിതതാണ്. അപ്പോൾ അവിടെ വെള്ളം നനയുന്നുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷീറ്റിൻ്റെ അവർ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, നീനും വന്നിട്ട് അവൾ റംബൂട്ടാനൊക്കെ പറിക്കട്ടെ. അവൾ പറയുന്നത് അവൾ ഫസ്റ്റ് ടൈമാണ് മരത്തിൽ നിന്ന് റംബൂട്ടാൻ പറിച്ച് കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളതൊക്കെ പറിച്ചിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോസ് ഡ്രാഗൺ ഫ്രൂട്ടാണ് മേടിച്ചത്. ഞാൻ വൈറ്റും റോസും കഴിച്ചിട്ടുണ്ട്, പക്ഷേ രണ്ടും എനിക്ക് ഇഷ്ടമായിട്ടില്ല. പക്ഷെ എന്നാലും വലിയൊരു കുഴപ്പമില്ലാതെ തോന്നിയത് എനിക്ക് വൈറ്റായിരുന്നു. പക്ഷേ വൈറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. നമ്മൾ തമ്മിൽ ഭേദം തോമൻ എന്ന് പറയില്ല, അതുപോലെയാണ് വൈറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഡോക്ടർ പറഞ്ഞതല്ലേ ഓർത്തിട്ട്. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ്. ഞാൻ ഇത്രയും ടേസ്റ്റിൽ ഇതുവരെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. എന്തൊരു ഭംഗിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും. ആ ചേച്ചി ഒരു ജൈവവളം ഒക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ടാട്ടോ അത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് പൊതുവേ തീരെ മധുരം ഉണ്ടാവില്ലല്ലോ, പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല. നല്ല മധുരമായിരുന്നു. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം. ഞാൻ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു കേട്ടത്. ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ ഇത് കാണാൻ തന്നെ. ഞാൻ കട്ട് ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്കും നീനുവിനും അവിടെ പണിക്ക് വന്നില്ലേ ചേട്ടന്മാർ, അവർക്കൊക്കെ കൊടുത്തു. ഞാൻ കഴിക്കുന്ന വീഡിയോ ഇതിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിക്കുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. കണ്ടോ, ഞാൻ ഞെട്ടിപ്പോയി. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത്ര ടേസ്റ്റുള്ള സാധനമാണോ എന്നുള്ളതാണ് ഞാൻ അമ്മോട് ചോദിക്കുന്നത്. പക്ഷേ ത്തിന് നല്ല സാധനം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഡോക്ടർ എന്തായാലും കഴിക്കാൻ പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇനിയും മേടിക്കും. അവിടെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇനിയും മേടിക്കും. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. 1 കിലോന് 250 രൂപയാണ്. പക്ഷേ 1 കിലോനല്ല, എനിക്ക് 1 കിലോയിൽ കൂടുതൽ തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. ഞാനും അച്ഛനും അമ്മയും നീനും ഇരുന്നിട്ടാണ് കഴിച്ചത്. പക്ഷേ വീഡിയോ അമ്മ ഇല്ല കേട്ടോ. അമ്മ അത് കഴിഞ്ഞിട്ടാണ് അവിടെ വന്നിരുന്നത്. പിന്നെ അദ്ദേഹം അവളുടെ ഫോണിനേക്കാൾ മുന്നേ അവളുടെ ഓരോ കലാപരിപാടികളിലാണ്. ഞങ്ങളിതേ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. വീണ്ടും റിസപ്ഷനിലെ ഡ്രസ്സും അതുപോലെ തന്നെ മറ്റൊന്നും സെറ്റായിട്ടില്ല. കല്യാണത്തിൻ്റെ സാരി മാത്രമേ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ. പിന്നെ ഇന്ന് വൈകിട്ടാണ് അമ്മ പറഞ്ഞത് ഇന്ന് അപ്പൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവൻ വരുമ്പോൾ ബട്ടർ നാനും ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമയം 7 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചു. ഒരു നാനും കുറച്ച് കറിയായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല. ഇതന്നെ എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ടാറ്റാ.